അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ ക്വാഡ്രിലാറ്ററൽ whose diagonals have equal length of 8 centimeter that bisect each other and intersect at an angle of first one 30 degree, second one 40 degree, and third one 90 degree, and fourth one is 140 degree. സോ ഇത് നാലും നമുക്ക് വരയ്ക്കണം. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് റഫ് ഫിഗർ ഞാൻ പറയാം. ഡയഗണൽസ് വന്നിട്ട് ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആംഗിൾ, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററാണ്. നമുക്കിപ്പോൾ കോർണറാണോ അങ്ങനെയുള്ള ഡൗട്ട് ഉണ്ടാവാം. കോർണറല്ല. അതിൽ ആ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഹൂസ് ഡയഗണൽസ് ഹാവ് ഈക്വൽ ലെങ്ത് ഓഫ് 8 സെൻറ്റിമീറ്റർ. 8 സെൻറ്റിമീറ്റർ ആണ് ഡയഗണൽ. ഈക്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ സെൻട്രൽ ലോഗ് കൊടുക്കണമെങ്കിൽ ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഡയഗണൽസിൻ്റെ ലെങ്ത്ത്. ദാറ്റ് ബൈസെക്റ്റ് ഈച്ച് അതർ, ഇൻ്റർസെക്റ്റ് എന്നാണ് പറയുന്നത്. ബൈസെക്റ്റ് അപ്പോൾ കൂടിച്ചേരുന്ന ഭാഗത്തും, ആൻഡ് ഇൻ്റർസെക്റ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഇതിലത്തെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. കോർണർ ആംഗിൾ അല്ല, സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, ആദ്യം അതെങ്ങനെ വരയ്ക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ആദ്യം നമുക്കൊരു ജസ്റ്റ് 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു AB ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്കറിയാം അത് ഡയഗണൽ ആണെന്ന്. അപ്പോൾ നമുക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഓക്കെ, 8 സെൻറ്റിമീറ്റർ. സോ ദിസ് ഈസ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹാഫ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും, നമുക്കറിയാം അല്ലേ, 4 സെൻറ്റിമീറ്റർ. സോ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ A, ഇത് B. നമുക്ക് സെൻട്രലിൽ ഒരു മാർക്ക് കൊടുക്കാം. ദിസ് ഇസ് M. സോ ദിസ് സൈഡ് ഈക്വൽ, ദിസ് സൈഡ് ഈക്വൽ. ദാറ്റ് ഈസ് ഇവിടെ 4, ഇവിടെയും 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം. ഇതാണ് പ്രൊട്രാക്ടർ. ഓക്കെ, ഡ്രോ ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി അറ്റ് M ഓൺ MP. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഈ വര കണ്ടോ, ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ ഭാഗം കണ്ടോ, ഈ വര, അതായത് ഇവിടെ ഒന്നും വെക്കരുത്, ഇവിടെ ആയിരിക്കണം. നമ്മൾ പോയിന്റ് എവിടെയാണോ വെക്കുന്നത് അത് ഈ ഭാഗത്ത് വേണം വെക്കാൻ. ഓക്കെ, ഇത് ഇവിടെ വയ്ക്കണം. കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ തന്നെ ആയിരിക്കണം ഈ താഴത്തെ ബേസ് ലൈന് ഇരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇങ്ങനെ ചരിഞ്ഞിട്ട് നിൽക്കരുത്. കറക്റ്റായിട്ട് പോയിന്റിൽ വയ്ക്കുക. ചിലപ്പോൾ ഇങ്ങനെ വെക്കും, നമ്മൾ ഇങ്ങനെയും വെക്കരുത്. ഈ പോയിന്റ് ബേസ് കണ്ടോ, ഈ ബേസ് പോയിന്റിൽ വേണം നമ്മൾ കൃത്യമായിട്ട് വയ്ക്കാൻ. ഇനി നമുക്ക് എന്താ അടയാളപ്പെടുത്തേണ്ടത്? 30 ഡിഗ്രി. അപ്പോൾ 10, 20, 30. നമ്മളിവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. ഓക്കെ, 30 ഡിഗ്രി മാർക്ക് ചെയ്തു. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഏത് സൈഡ്? ഇവിടെയും 10, 20, 30 തന്നിട്ടുണ്ട്, ഇവിടെയും 10, 20, 30 തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. എപ്പോഴും ആംഗിൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ആംഗിൾസ് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയ ആംഗിൾസ് എത്തുമ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും 30 ഡിഗ്രി, 60 ഡിഗ്രി, അപ് ടു 90 ഡിഗ്രി എപ്പോഴും അത് റൈറ്റ് സൈഡ് ആയിരിക്കും വരിക എന്ന് ഓർക്കുക. എബോവ് 90 എപ്പോഴും ലെഫ്റ്റ് സൈഡാണ് വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊട്രാക്ടറൊക്കെ വെച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്നായി അറിയുന്നവർക്ക് കുഴപ്പമില്ല. ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ആ ലൈൻ എന്താണെന്ന് നമുക്കറിയാം, ഡയഗണൽ ആയിരിക്കും. അപ്പോൾ അതും എന്തായിരിക്കണം? 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 സെൻറ്റിമീറ്റർ ഇവിടെ നടുവിലേക്ക്, ഇതാണ് കേട്ടോ ആംഗിൾ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 വയ്ക്കാം. ഓക്കെ, നമുക്കതൊരു ഡയഗണൽ വരച്ചു കൊടുക്കണം. ഞാൻ 1, 2, 3, 4. ഓക്കെ, 8. സോ അങ്ങനെ ഞാൻ 8 സെൻറ്റിമീറ്റർ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ 30 ഡിഗ്രി. ഇവിടെ എന്താ പോയിന്റ് ഇട്ടുന്നല്ല, ആ പ്രൊട്രാക്ടറിൻ്റെ ലെങ്ത് അത്രയും ഉള്ളത് കൊണ്ട് നമ്മളിവിടെ പോയിന്റ് ഇട്ടു. അപ്പോൾ അതേ പോയിൻ്റാണ് ഇവിടേക്ക്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ആംഗിൾ? 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈക്വൽ സൈഡാണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതും 4 ആണ്,
ഇതും 4 സെൻറ്റിമീറ്റർ ആണ്. സോ നമ്മൾ വരച്ച് കഴിഞ്ഞിരിക്കുന്നു. ഡയഗണൽ 8 സെൻറ്റിമീറ്റർ അറ്റ് ഈക്വൽ ലെങ്ത് ആൻഡ് ആംഗിൾ 30 ഡിഗ്രി. സോ എ ബി സി ഡി നമുക്കിത് ജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, എ ബി, ഇത് സി, ഇത് ഡി, ഇത് രണ്ടും, ഇത് 4 സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണമെന്ന് നോക്കാം. ഏത് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ diagonal AB and CD are equal and are bisecting at each other at M at an angle of 30 degree. So this is a rectangle. ABCD is a what? It's a rectangle. Okay, ഇങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത്. ആ വരയ്ക്കേണ്ട സ്റ്റെപ്സ് ഞാൻ ഇറ്റ് വിൽ ഷോ ഓൺ ദ ഡിസ്പ്ലേ. സോ ഇതുപോലെ നിങ്ങൾ 40 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് 140 ഡിഗ്രി ചെയ്ത് നോക്കണം. 40 ആൻഡ് 90 ഡിഗ്രി നമുക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 40 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് സെയിം ആസ് ലൈക്ക് 30 ഡിഗ്രി, റൈറ്റ്? റെക്റ്റാങ്കിൾ തന്നെ ആയിരിക്കും ഷേപ്പ് കിട്ടുക എന്ന് വിചാരിക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ജസ്റ്റ് ഹാവ് എ ഗസ്. ഇപ്പോൾ സെൻട്രൽ ആംഗിൾ നമ്മൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ക്വയർ. അപ്പം നമുക്കത് വരച്ച് കിട്ടുമ്പോൾ നമുക്ക് 90 ഡിഗ്രിയിൽ സ്ക്വയർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ലെങ്ത്തും ഈക്വലായിട്ട് വേണം വരയ്ക്കാൻ. അതും ഇതിലെല്ലാത്തിലും 8 സെൻറ്റിമീറ്റർ ആണ് ഡയഗണലിൻ്റെ ലെങ്ത്ത് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് 140 ഡിഗ്രി അല്ലേ? 140 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 140 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് മാർക്ക് ചെയ്യേണ്ടത്. 140 ഡിഗ്രി നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് വരച്ച് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.